ഞാൻവാപിയിൽ ക്ഷേത്രമുണ്ടായിരുന്നതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. പള്ളിയുള്ള തൂണുകൾ ക്ഷേത്രത്തിൻ്റെതാണ്. ക്ഷേത്രത്തിൻ്റെതായ ശിലാലിഖിതങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ASI പ്രദേശത്ത് സർവേ നടത്തിയത്. ഗൗതം ചേരുന്നു. ഗൗതം, ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, ഞാൻവാബി കേസിൽ വളരെ നിർണായകമായ കണ്ടെത്തലാണ് പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പുരാവസ്തു ഗവേഷണ വകുപ്പ് മാസങ്ങൾ നീണ്ടുനിന്ന സർവേ ഈ ഞാൻവാബിക്കകത്ത് നടത്തുകയും ആ സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വിശദീകരിക്കുന്നത് ഞാൻവാബി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു പുരാതന ഹൈന്ദവ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് ഇത്തരത്തിലൊരു നിർമ്മിതി ഇരിക്കുന്നത് എന്ന വിശദീകരണത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കണ്ടെത്തലിലേക്ക് പുരാവസ്തു ഗവേഷണ വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നു. മസ്ജിദിനകത്തുള്ളത് ക്ഷേത്രങ്ങളിൽ കാണുന്ന രീതിയിലുള്ള തൂണുകളാണ്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടം ഉപയോഗിച്ചാണ് ആ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്ന നിഗമനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഉള്ളത്. നമുക്കറിയാം, നേരത്തെ ASIയുടെ സമാനമായ നിഗമനം രാമജന്മഭൂമി കേസിൽ വരികയും അത് ആ കേസിൽ കോടതിയിൽ ഹൈന്ദവ സംഘടനകൾക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുകയും ചെയ്തിരുന്നു. 1975 പിന്നീട് 92 2003 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അയോധ്യയിൽ നടത്തിയ പര്യവേക്ഷണത്തിൽ അവിടെ ഒരു മഹാക്ഷേത്രം നിലനിന്നുവെന്നും ആ ക്ഷേത്രത്തിന് മുകളിലാണ് ഇത്തരത്തിലൊരു തർക്കമന്ദിരം വന്നത് എന്ന നിഗമനത്തിലേക്ക് തെളിവുകൾ സഹിതം പുരാവസ്തു ഗവേഷണ വകുപ്പ് എത്തി. അതാണ് പിന്നീട് അലഹബാദ് ഹൈക്കോടതി വിധിയിലും സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോഴും ഹിന്ദു സംഘടനകൾക്ക് കരുത്ത് പകർന്നത്. ഇപ്പോൾ ഞാൻവാബിയിലും സമാനമായ രീതിയിലുള്ള കണ്ടെത്തൽ പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ പഠനത്തിൽ നടക്കുന്നു. അവിടെ ഒരു പുരാതന ക്ഷേത്രം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന് മുകളിലാണ് ഇപ്പോൾ മസ്ജിദ് വന്നിരിക്കുന്നത്. മസ്ജിദിന്റെ നിർമ്മിതികളും ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചാണ്. അതിന്റെ തൂണുകളിലെല്ലാം ഹിന്ദു ബിംബങ്ങളുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങളിൽ കാണുന്നതിന് സമാനമായ രീതിയിലുള്ള തൂണുകളാണ്. ഹൈന്ദവ ആരാധനാ സമ്പ്രദായത്തിൽ കണ്ടുവരുന്ന ക്ഷേത്ര അലങ്കാര ചിഹ്നങ്ങൾ ഈ മസ്ജിദിന്റെ തൂണുകളിലും മറ്റും കാണുന്നു. ആ രീതിയിലുള്ള നിഗമനം ഇപ്പോൾ ASIക്ക് ഉണ്ട്. എന്തായാലും ഈ കേസിലും, കാശി വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസിലും ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന വാദത്തെയാണ് പുരാവസ്തു ഗവേഷണ വകുപ്പ് ഇപ്പോൾ ശരിവെക്കുന്നത്. കാരണം ഈ കേസിന്റെ ആധാരം എന്നത് 5 ഹിന്ദു സ്ത്രീകൾ അടുത്ത കാലത്ത് വാരണാസി കോടതിയിൽ ഒരു പെറ്റീഷൻ നൽകിയിരുന്നു. ആ പെറ്റീഷനിൽ പറയുന്നത് ഈ കാശി വിശ്വനാഥന്റെ ഉപദേവതകൾ പലതും ഈ മസ്ജിദിനകത്താണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശൃംഗാർ ഗൗരി ദേവി ഉൾപ്പെടെ മസ്ജിദിനകത്തിരിക്കുന്നു. അതിനാൽ കാശി വിശ്വനാഥന്റെ പ്രദക്ഷിണ വീഥി പൂർത്തിയാകണമെങ്കിൽ ഈ പള്ളിക്കകത്തുകൂടി കയറേണ്ട ഒരു സ്ഥിതിയാണ് ഹിന്ദുക്കൾക്ക് ഉള്ളത്. അതിനാൽ ശൃംഗാർ ഗൗരി ദേവിയുടെ ഉൾപ്പെടെയുള്ള കാശി വിശ്വനാഥന്റെ ഉപദേവതകളെ പ്രാർത്ഥിക്കുവാനുള്ള അവകാശം തങ്ങൾക്ക് വേണം എന്നതാണ് ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിനാൽ ഈ മോക്ഷ നഗരിയായ കാശിയെ കൂടി ഈ ഇസ്ലാമിക അധിനിവേശത്തിന്റെ ആ ഒരു കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ശ്രമം അത് ഹൈന്ദവ സംഘടനകൾ വർഷങ്ങളായി തന്നെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ്. എന്തായാലും അതിനെല്ലാം കരുത്ത് പകരുന്നതാണ് ഇപ്പോഴത്തെ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഈ ഒരു പഠന റിപ്പോർട്ടിന്റെ വിലയിരുത്തൽ. രോഹിണി. ശരി ഗൗതം, ഞാൻവാബിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. പള്ളിയിലുള്ള തൂണുകൾ ക്ഷേത്രത്തിൻ്റെതാണ്. ക്ഷേത്രത്തിൻ്റെതായ ശിലാലിഖിതങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രദേശത്ത് സർവേ നടത്തിയത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.